ഹായ് നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. കഴിഞ്ഞ ദിവസം പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വിട്ടുപോയി. ഇത്തിരി ജോലി തിരക്കുകൾക്കിടയിലായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് വിട്ടുപോകുന്നതിൽ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം കൃത്യസമയത്ത് നിങ്ങളെ അപ്ഡേറ്റ്സ് അറിയിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ കാര്യമാണ്. കൂടുതൽ ശ്രദ്ധിക്കാമെന്ന വാക്ക് ഞാൻ നൽകുകയാണ്. ശ്രമിക്കാം, കൂടുതലായിട്ട് പരിശ്രമിക്കാം. ഏതായാലും പുതിയ അപ്ഡേറ്റ് പ്രകാരം നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം OTT റിലീസ് ഇന്ന് പാതിരാത്രി മുതൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണെന്നാണ് അറിഞ്ഞത്. ഏതായാലും സിനിമ അവിടെ OTT വരുമ്പോൾ കൂടുതൽ പേര് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിയേറ്ററിൽ ചിത്രം വലിയൊരു വിജയം നേടിയ ഒരു സിനിമ തന്നെയാണ്. ചിത്രത്തിനെ കുറിച്ചിട്ട് പല അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടായിരിക്കാം. ഏതായാലും ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവി, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു മൂവി. സത്യൻ അന്തിക്കാടിൻ്റെ പഴയ ശൈലിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പുതിയ ശൈലിയും കൂടി ചേർന്ന് അത്യാവശ്യം രണ്ട് തരം പ്രേക്ഷകരെ ഒരുപോലെ ആകർഷിക്കുന്ന മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സിനിമയാണ്. സിനിമയ്ക്ക് ഏകദേശം 70 കോടി, എത്രയാണെന്ന് കറക്റ്റ് അറിയത്തില്ല, ഏതായാലും 70 മുകളിലുള്ള ഒരു കോടി കളക്ഷൻ ചിത്രം നേടിയെടുത്തിട്ടെന്നുള്ള ഒരു വാർത്തകൾ സാക്നിക്കിൽ നിന്നൊക്കെ കിട്ടിയിരുന്നു. നമുക്കറിയാം, പല ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് 75 കോടിക്കടുത്തുള്ള കളക്ഷൻ നേടുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഓണക്കാലമായതുകൊണ്ട് തന്നെ ചിത്രത്തിന് അതൊരു മികച്ച നേട്ടമുണ്ടാക്കിയെടുക്കാനുള്ള കാരണവുമായിട്ടുണ്ട്. കാരണം ഒപ്പം തന്നെ കളിക്കുന്ന ചിത്രം ഇതിൻ്റെ എത്ര ഇരട്ടിയാണെന്നൊക്കെ നമുക്കറിയാം. 300 കോടിക്കടുത്തുള്ള കളക്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോക 275 കടന്നു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ആ ചിത്രത്തിൽ നിന്നും ടിക്കറ്റ് കിട്ടാതെ വരുന്ന ആളുകൾ ഈ ചിത്രത്തിന് കയറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ചിത്രം അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്തൊരു സിനിമയായതുകൊണ്ട് തന്നെ ചിത്രം മനോഹരമായ ഒരു കളക്ഷൻ തന്നെ ചിത്രം നേടിയെടുത്തു. ലാലേട്ടൻ മികച്ചൊരു പ്രകടനമാണ് കാഴ്ചവെച്ചു. ഒപ്പം തന്നെ സംഗീതത്തിൻ്റെയും മികച്ചൊരു പെർഫോമൻസാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം ഇപ്പോൾ അവരുടെ അപ്ഡേറ്റ് പ്രകാരം 100 കോടിയുടെ ബിസിനസ് നടത്തിയ ഒരു ചിത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 100 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ല കേട്ടോ, 100 കോടിയുടെ ബിസിനസ് നടത്തിയ ഒരു സിനിമയായി ആ സിനിമ മാറിക്കഴിഞ്ഞു. അതൊരു പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഈ സത്യൻ അന്തിക്കാടിൻ്റെ ലൈഫിലെ ഒരു വലിയ വിജയചിത്രമായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ. കാരണം ഇത്ര വലിയൊരു കളക്ഷൻ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ നേടിയെടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അതൊരു വലിയൊരു നേട്ടത്തിലേക്ക് തന്നെയാണ് നടന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നമുക്ക് ഈ പറഞ്ഞ ചിത്രം 100 കോടിയുടെ ബിസിനസ് നേടിയെന്ന് പറയുമ്പോൾ അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്കറിയാം, ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ സിനിമകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേഞ്ചിൽ തന്നെ OTT അവകാശങ്ങൾ പോകാറുണ്ട്. അതും അത്യാവശ്യം നല്ല വിജയം നേടിയ ഫാമിലി ഏറ്റെടുത്ത സിനിമയാണെങ്കിൽ പിന്നെ നോക്കുകയേ വേണ്ട. അതുകൊണ്ട് തന്നെ ചിത്രം 100 കോടിക്കടുത്തുള്ള ഒരു ടോട്ടൽ ബിസിനസ് നേടിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. നമ്മുടെ ലാലേട്ടനും ഒപ്പം തന്നെ സത്യൻ അന്തിക്കാടിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള സിനിമകൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ ലാലേട്ട, സത്യൻ അന്തിക്കാട്.